നമ്മൾ മിഥുൻ മാനുവൽ തോമസ് ചേട്ടനും വിജയ് ബാബു ചേട്ടനും ആദ്യം നന്ദി പറയണം. നമ്മൾ ആട് 3 കാണാൻ വൈകിയതാണ്. കഴിഞ്ഞ ആഴ്ച കാണേണ്ടതായിരുന്നു. ഞാനും അനുപേട്ടനും കൂടി വന്നാണ്. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ സംഭവം സെറ്റാണ്. കുറേ പേര് പറഞ്ഞു അവർക്കൊന്നും സെറ്റായില്ല, കണക്ട് ആയിട്ടില്ല എന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കിയപ്പോൾ കിട്ടുവാണ്. ആട് 2 വെച്ച് നന്നായ ഒരു അഭിപ്രായം കണ്ട് വളരെ വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ പറയാനുള്ളത്. പിന്നെ എന്താണ് നമ്മുടെ മെയിനായിട്ട് കോമഡി പീസ് എന്ന് പറഞ്ഞാൽ വിജയ് ബാബു സാർ പൊളിച്ചു പറഞ്ഞാൽ പൊളിച്ചു. ഇത് കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്നെ ഓർമ്മയില്ലാതിരിക്കില്ല. എന്തായാലും എന്നെ നന്നായിട്ട് ഓർമ്മയില്ലാവും. ഞാനിതിൽ അഭിനയിക്കാനായിട്ട് വന്ന് ഒരു ചെറിയ ഇഷ്ടപ്പെട്ട അറിയാലോ, അത് ഞാനിനി ഇവിടെ വിവരിക്കുന്നില്ല. പക്ഷെ ആദ്യം നമ്മുടെ മിഥുൻ തോമസ് ചേട്ടനും അതുപോലെ ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും ഒരു താങ്ക്സ് പറയും. സംഭവം പൊളിച്ചടുക്കിയിരിക്കണം. ജയസൂര്യ ചേട്ടനെ കിട്ടുമെന്ന് പറയാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തു വെച്ചിരിക്കുന്നത് തന്നെയാണ് ഞാൻ പറയുന്നത്. അടിപൊളി എന്ന് പറയാൻ പറ്റുള്ളൂ. അവിടെ ഇച്ചിരി ബോറായി, ഇവിടെ ഇച്ചിരി ബോറായി എന്ന് പറയാനില്ല. 2 കാലഘട്ടം കാണിക്കണം, കാലഘട്ടം പൊളിച്ചടുക്കിയിരിക്കണം. അപ്പോൾ എല്ലാവരും സിനിമ കാണുക. നല്ല അടിപൊളിയായിട്ട് പോട്ടെ. ഇതിൻ്റെ 2ാം ഭാഗം മിഥുൻ മാനുവൽ ചേട്ടൻ കൊണ്ടുവരുന്നതാണ് പറഞ്ഞത്. അതും ഗംഭീരമാകുമെന്നാണ് വിചാരിക്കുന്നത്. പൊളി സാധനമായിരിക്കും. വന്ന് വണ്ടി കയറാം. ഞാൻ എന്തിനാണ് ആ വണ്ടി വന്ന് കയറുന്നത്? പാപ്പന് ഈ വണ്ടി വന്ന് കയറ്. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് 2 പാട്ട് വണ്ടി ഉണ്ടാവൂലേ? ക്ലീറ്റസേ, നിനക്കിതെങ്ങനെ സാധിക്കുന്നതാവോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ നിന്റെ അപ്പൻ ഇതെങ്ങനെ സാധിച്ചെടുത്തതാ? ഇറങ്ങി മല